എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം വളരെ പ്രാധാന്യമുള്ളതും ലോകമെങ്ങും വാർത്തകളിൽ ഇടം നേടിയതുമാണ്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അല്ലെങ്കിൽ HMPV. ഈ ശ്വാസകോശ വൈറസ് പ്രത്യേകിച്ച് ശീതകാലത്തും വസന്തകാലത്തും വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് 2001 ആദ്യം കണ്ടെത്തി. ഈ വൈറസ് ന്യൂമോവിരിഡെ കുടുംബത്തിൽ ഉൾപ്പെടുന്നു. അതിൽ RSV, ചുമ, മംസ് എന്നിവയും ഉൾപ്പെടുന്നു. ഇത് സാധാരണമായി ശീതകാലത്തും വസന്തകാലത്തും കാണപ്പെടുന്നു. കുട്ടികൾ, വയോധികരും ശരീര പ്രതിരോധശേഷി കുറവുള്ളവരും അതിനോട് കൂടുതൽ പ്രതികരണക്ഷമരാണ്. HMPVയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചുമ, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, കഴുത്തുവേദന, പനി, ശ്വാസം മുട്ടൽ. മിക്ക ആളുകളും അടിസ്ഥാന പരിചരണത്തോടു കൂടി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സുഖം പ്രാപിക്കുന്നു. പക്ഷെ ചിലർക്ക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. HMPV എങ്ങനെ പടരുന്നു? ചുമയും തുമ്മലും വഴി, അണുബാധയുള്ള ആളുകളുമായി അടുത്ത ബന്ധം, അണുബാധയുള്ള ഉപരിതലങ്ങളിൽ സ്പർശിച്ച ശേഷം മുഖത്തെ സ്പർശിക്കൽ, ശ്രദ്ധയോടുകൂടിയുള്ള ശുചിത്വം HMPVയും മറ്റ് ശ്വാസകോശ വൈറസുകളെയും തടയാൻ പ്രധാനമാണ്. എങ്ങനെ സംരക്ഷിക്കാം? കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക, അണുബാധയുള്ള ആളുകളുമായി അടുത്ത ബന്ധം ഒഴിവാക്കുക, ആവശ്യമില്ലാതെ മുഖത്ത് സ്പർശിക്കാതിരിക്കുക, സുഖം കാണുന്നില്ലെങ്കിൽ മാസ്ക് ധരിക്കുക. എന്തൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ചികിത്സാ രീതികൾ? ഈ രോഗത്തിന് ഇപ്പോൾ പ്രതിരോധ വാക്സിനുകളോ സ്പെസിഫിക് ആൻറ്റിവൈറലുകളോ ലഭ്യമല്ല. ചില ആളുകൾ പനി, തലവേദനയ്ക്കുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നു. ഇതൊരു വൈറൽ അണുബാധയായതിനാൽ ആൻറ്റിബയോട്ടിക്കുകൾ പ്രയോജനപ്പെടുത്തില്ല. HMPV ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും മിക്കവരും നേരിയതും നിയന്ത്രണത്തിലും മുൻകരുതലുകൾ എടുക്കുക. ലക്ഷണങ്ങൾ വഷളായാൽ ഡോക്ടറെ കാണുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സുരക്ഷിതമായി ഇരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.